Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ബികോം BBA സ്റ്റുഡൻസിന്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. സോ നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ബേസിക് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, ഇതൊക്കെ വരാറുള്ളതാണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ കോസ്റ്റ് ഷീറ്റ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് റിപ്പീറ്റ് കാണാറുള്ളതാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ 2 മാർക്സിന്റെ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചോദ്യം, വാട്ട് ആർ ഡിറക്റ്റ് കോസ്റ്റ്, വാട്ട് ആർ ഡിറക്റ്റ് കോസ്റ്റ്, ഡിറക്റ്റ് കോസ്റ്റ് എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് പല തരത്തിലുള്ള കോസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ മെഷീൻ കോസ്റ്റ് എന്താണ്, മെഷീൻ കോസ്റ്റ് എന്താണ് നോക്കിയിരിക്കണം. പ്രോഡക്റ്റ് കോസ്റ്റ് എന്താണ്, പലതരത്തിലുള്ള കോസ്റ്റ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അതിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള 1-2 പറയണു. പ്രോഡക്റ്റ് കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ പീരീഡ് കോസ്റ്റ് എന്താണ്, പീരീഡ് കോസ്റ്റ് എന്താണ്. ഓക്കെ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ കോസ്റ്റിലെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുവന്നുള്ള മറ്റൊരു ചോദ്യം, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ് നോക്കിയിരിക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമുക്ക് ചാപ്റ്റർ നമ്പർ 2 നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, സ്റ്റോർ റിക്വസിഷൻ എന്താണ്. ഓക്കെ, സ്റ്റോർ റിക്വസിഷൻ എന്താണ് നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് 2 മാർക്കിൻ്റെ എപ്പോഴും കാണാറുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ് നോക്കിയിരിക്കണം, തിയറി ആയിട്ട് വരാറുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്താണ് വരാറുള്ളതാണ്, സ്റ്റാൻഡേർഡ് എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ബേസിക് സ്റ്റാൻഡേർഡ് എന്താണ്, ബേസിക് സ്റ്റാൻഡേർഡ് എന്താണ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് ബേസിക് ഏരിയാസിൽ നിന്ന് കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, കോസ്റ്റ് സെൻറ്റർ എന്താണ് ചോദിക്കാറുണ്ട്, അതൊക്കെ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്, വാട്ട് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് യൂണിറ്റ് എന്താണ്. അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് സെൻറ്റർ എന്താണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് സെൻറ്റർ എന്താണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, നിർബന്ധമായി നോക്കിയിരിക്കണം. നെക്സ്റ്റ് ഐഡിൽ ടൈം എന്താണ്, ഐഡിൽ ടൈം എന്താണ് നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇനി
അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരാറുണ്ട് ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇല്ലാത്ത പേപ്പറുകളില്ല. നമുക്കറിയാം റീ ഓർഡർ ലെവല്, മിനിമം ലെവല് അല്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരാറുള്ളതാണ് വാരിയസ് ലെവൽസിൽ. അതിലിപ്പോൾ ഡേഞ്ചർ ലെവൽ എന്താണെന്നോ, ഡേഞ്ചർ ലെവൽ, അതല്ലെങ്കിൽ റീ ഓർഡർ ലെവൽ, മിനിമം ലെവൽ, അതുപോലെ തന്നെ മാക്സിമം ലെവല്, മാക്സിമം ലെവൽ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുക കേട്ടോ. മാക്സിമം ലെവല്. ഓക്കെ, അതിൻ്റെ പ്രോബ്ലവും നമുക്ക് 5 മാർക്കിൻ്റെയിലൊക്കെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്ന് എന്ന് പറയുന്നത് UQ ആണ്. ഈ UQനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം മിക്ക പേപ്പറിലും 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ടും തിയറി ആയിട്ടും വരാറുള്ളതാണ്. അപ്പോൾ ഈ UQ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, FSN അനാലിസിസ് എന്താണ്? FSN അനാലിസിസ് എന്താണ്? അതുപോലെ തന്നെ 2 മാർക്സിന് കണ്ടുവന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, മാസ്റ്റർ റോൾ മെത്തേഡ് എന്താണ്? മാസ്റ്റർ റോൾ മെത്തേഡ് എന്താണ്? ബിൽ ഓഫ് മെറ്റീരിയൽ, ഇതൊക്കെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ ആണ്. ബിൽ ഓഫ് മെറ്റീരിയൽ, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, സെക്കൻഡ് ചാപ്റ്ററിലുള്ളതാണ് ബിൽ ഓഫ് മെറ്റീരിയൽ. ഇനി അതിൽ തന്നെയുള്ള മറ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, ഹു ആർ കാഷ്വൽ വർക്കേഴ്സ് നോക്കിയിരിക്കണം, 2 മാർക്സിനതിൽ വന്നിട്ടുള്ളതാണ്. ദെൻ ഫ്രിഞ്ച് ബെനഫിറ്റ് എന്താണ്? അതും ഈസിയാണ്. ഫ്രിഞ്ച് ബെനഫിറ്റ്സ് എന്താണ് നോക്കിയിരിക്കണം. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഒക്കെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഓവർ ഹെഡിനെ റിലേറ്റ് ചെയ്തുള്ള ഏരിയസിലോട്ട് പോകുമ്പോൾ, വാട്ട് ഈസ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർ ഹെഡ് വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർ ഹെഡ് നിർബന്ധമായി നോക്കിയിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓവർ ഹെഡ് ഉണ്ടല്ലോ, അതിൽ സെമി വാരിയബിൾ ഓവർ ഹെഡ് എന്താണ്? സെമി വാരിയബിൾ ഓവർ ഹെഡ് എന്താണ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓവർ ഹെഡിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്, സെക്കൻഡറി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കും. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് ഞാൻ ഷോർട്ടാക്കിയിട്ട് OH എന്നിട്ടുള്ളത്. അതുപോലെ സെക്കൻഡറി ഇതൊക്കെ എന്താന്നുള്ളത് നോക്കണം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ ഓവർ ഹെഡ് സെമി വാരിയബിൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഓവർ ഹെഡോ വാരിയബിൾ ഓവർ ഹെഡോ സെമി വാരിയബിൾ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓവർ ഹെഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സെമി വാരിയബിൾ ഇട്ടു, അതിൻ്റെ കൂടെ ഞാൻ വേണമെങ്കിൽ അതും കൂടി നിങ്ങൾ നോക്കിയിരിക്കണം. ഫിക്സ്ഡ് അതുപോലെ തന്നെ വാരിയബിൾ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് an apportionment ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ ഓവർ ഹെഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ബേസിക്സ് ആണ് ഇതൊക്കെ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്, എസ്കലേഷൻ ക്ലോസ് എന്താണ്? എസ്കലേഷൻ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പല പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, എസ്കലേഷൻ ക്ലോസ്. ദെൻ റീടെൻഷൻ മണി എന്താണ്? എസ്കലേഷൻ ക്ലോസ് എന്താണ്? റീടെൻഷൻ മണി എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് റീടെൻഷൻ മണി. അതുപോലെ തന്നെ WIP വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്? 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ആ ഒരു സെയിം ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ. പിന്നെ നോർമൽ ലോസ് എന്താണ്?
അതുപോലെ തന്നെ നോഷണൽ പ്രോഫിറ്റ് എന്താണ്, ഇതൊക്കെ അതിൽ തന്നെയാണ്. നോഷണൽ പ്രോഫിറ്റ് എന്താണ്? ഓക്കെ. ദെൻ അബ്നോർമൽ ഗെയിൻ എന്താണ്? അബ്നോർമൽ ഗെയിൻ എന്താണ്? അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് എന്താണ്? അബ്നോർമൽ ലോസ് എന്താണ്? സ്ക്രാപ്പ് എന്താണ്? സ്ക്രാപ്പ് സെയിം ഏരിയ ആണ്. അപ്പം അങ്ങനെ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ നിന്ന് ഏതെങ്കിലും ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ദെൻ ബഡ്ജറ്റിംഗ് എന്താണ്? ബഡ്ജറ്റിംഗ് എന്താണ്? ദെൻ മാസ്റ്റർ ബഡ്ജറ്റ് എന്താണ്? മാസ്റ്റർ ബഡ്ജറ്റ് ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണ്? ക്യാഷ് ബഡ്ജറ്റ് എന്താണ്? ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് 2 മാർക്സിനെ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി പറയാനുള്ളത് വാരിയൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് കൺസെപ്റ്റാണ്. പിന്നെ മെഷീൻ അവർ റേറ്റ് എന്താണ്? അത് ഓവർഹെഡിലത്തെ മെഷീൻ അവർ റേറ്റ് എന്താണ് കണ്ടുവന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദെൻ നമുക്ക് പ്രോബ്ലം ചോദിക്കാറില്ലെങ്കിലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഉള്ളതാണ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ലേബർ കോസ്റ്റ് വാരിയൻസ് എന്താണ്? അത് ശരിക്കും അങ്ങനെ ഇന്ന് വേറെ ഒന്നും വരാറൊന്നുമില്ല, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. എന്നാലും അഡീഷണൽ ആയിട്ട് കുറച്ച് സജഷൻ കൂടി തരാണ്, അതുകൂടി നിങ്ങൾക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലാണ്ട് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ടൈം വെയ്റ്റ് സിസ്റ്റം എന്താണ്? ടൈം വെയ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റം, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇൻസ്പെക്ഷൻ എന്താണ്? സെക്കൻഡ് ചാപ്റ്റർ ആണെന്നുണ്ട്, സെക്കൻഡ് ചാപ്റ്റർ ഇൻസ്പെക്ഷൻ. അതുപോലെ തന്നെ ABC അനാലിസിസ്, ABC അനാലിസിസ്, പലതരത്തിലുള്ള അനാലിസിസിൽ ഏതെങ്കിലും ഒരെണ്ണം, നമ്മൾ FSN പറഞ്ഞു. പിന്നെ ഫിഫോ ലിഫോ ഒക്കെ അറിയുന്നതാണ്, അതിൻ്റെ പ്രോബ്ലം വരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, ഫിഫോ എന്തായാലും സിമ്പിളായിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഏരിയ ആണ് നമുക്ക് വർക്ക് സർട്ടിഫൈഡ്, ഇപ്പോൾ റീടെൻഷൻ മണിയുടെ പറഞ്ഞ പോലെ തന്നെ വർക്ക് സർട്ടിഫൈഡ്, അതുപോലെ തന്നെ വർക്ക് അൺസർട്ടിഫൈഡ്, സബ് കോൺട്രാക്ട്, വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്, ദെൻ സബ് കോൺട്രാക്ട്, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്സിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതും കൂടിയും നോക്കി വയ്ക്കുക കേട്ടോ, സബ് കോൺട്രാക്ട്. പിന്നെ പലതരത്തിലുള്ള കോസ്റ്റിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, അതൊക്കെ ഒന്ന് നോക്കാൻ പറ്റുന്നതാണ്. ഇതുവരെയായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞു അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സജഷൻസ് ആണ് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരെണ്ണം കൂടിയും പറയുകയാണെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ZBB ലാസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഒരു 22 ചോദ്യങ്ങളുടെ, നമുക്ക് 15 ചോദ്യങ്ങളാണ് സജഷൻസ് ആണ് എനിക്ക് തരാനുള്ള. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് നിർബന്ധമായും കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റ്, പിന്നെ ഡിറക്റ്റ് കോസ്റ്റ് എന്താണ്, മെഷീൻ കോസ്റ്റ്, പ്രോഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, ഏതെങ്കിലും ഒരു കോസ്റ്റിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. ദെൻ സ്റ്റോർ റിക്വസിഷൻ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്, ബേസിക് സ്റ്റാൻഡേർഡ്, ദെൻ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്താണ്, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഐഡിൽ ടൈം, പിന്നെ ലെവൽസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഡേഞ്ചർ ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, മാക്സിമം ലെവൽ, EOQ എന്താണ്, FSN അനാലിസിസ്, മാസ്റ്റർ റോൾ മെത്തേഡ്, ബിൽ ഓഫ് മെറ്റീരിയൽ, മാസ്റ്റർ റോളൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. കാഷ്വൽ വർക്കേഴ്സ് ആരാണ്, ഫ്രിഞ്ച് ബെനഫിറ്റ്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻ,
ദെൻ ഓവർ ഹെഡ്സ്, അതിൽ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്, സെമി വാരിയബിൾ, ഫിക്സ്ഡ് വാരിയബിൾ ഓവർ ഹെഡ് ഒക്കെ എന്താണ്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, എസ്കലേഷൻ ക്ലോസ്, റീടെൻഷൻ മണി, വർക്ക് ഇൻ പ്രോഗ്രസ്, നോർമൽ ലോസ് ഒക്കെ പ്രോസസ് കോസ്റ്റിങ്ങിൽ നിന്ന്, നോർമൽ നോഷണൽ പ്രോഫിറ്റ് മറ്റൊരു ചോദ്യം, അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസ്, സ്ക്രാപ്പ് എന്താണ്, ബഡ്ജറ്റിംഗ്, മാസ്റ്റർ ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ക്യാഷ്, വാരിയൻസ് എന്താണ്, മെഷീൻ അവർ റേറ്റ് എന്താണ്, ലേബർ കോസ്റ്റ് വാരിയൻസ് എന്താണ്, പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ തന്ന കുറച്ച് ചോദ്യങ്ങൾ, ടൈം വെയിറ്റ് സിസ്റ്റം, പീസ് റേറ്റ്, ഇൻസ്പെക്ഷൻ, ABC അനാലിസിസ്, ഫിഫോ, ലിഫോ, വർക്ക് സർട്ടിഫൈഡ്, അൺസർട്ടിഫൈഡ്, സബ് കോൺട്രാക്ട്, പിന്നെ കോസ്റ്റിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, ജോബ് കോസ്റ്റിംഗ്, ബാച്ച്, ദെൻ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഒരെണ്ണം കൂടി. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ഒരു 15 ചോദ്യം ഇതിൽ നിന്ന് കിട്ടാൻ ഒരു പാടില്ല, ഒരു 22 എണ്ണത്തിൽ നിന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു 8 ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്, നമുക്ക് നോക്കാം. ദെൻ അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. ഇത് വിട്ട് വരാറില്ല, ഒരു ഇതൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 2 മാർക്സിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാൻ അധികം പാടൊന്നുമില്ല. 1 day ഈസ് ഇനഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എന്താണെന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ മനസ്സിലാവണ്ട. അപ്പോൾ ക്വിക്കായിട്ട് പഠിച്ച് അവസാനിപ്പിച്ച് 25 മാർക്സിൻ്റെ അടുത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും വരുന്ന 2 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. ഇനി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.